ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡുവൽ സ്പേസിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വെക്ടർ സ്പേസിൽ നിന്നുള്ള സെറ്റ് ഓഫ് ഓൾ ലീനിയർ ഫംഗ്ഷണൽസിന്റെ കളക്ഷൻ ഡുവൽ സ്പേസ് എക്സ്റ്റാറിന് ആൾജിബ്രിക് ഡുവൽ സ്പേസ് എക്സ്റ്റാറിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ബി ഓഫ് എക്സ് വൈ, what is b of xy? b of xy is the set of all bounded linear operators. It's not functionals, operators. Okay, b of x അതായത് x എന്ന് പറയുന്ന ഒരു നോർമൽ സ്പേസിൽ നിന്ന് y എന്ന് പറയുന്ന ഒരു നോർമൽ സ്പേസിലേക്കുള്ള സെറ്റ് ഓഫ് ഓൾ ലീനിയർ ഫംഗ്ഷണൽസ് is said to be b of xy. This b of xy is a normed space. b of xy is a normed space. അപ്പോൾ നോർമൽ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഓരോ എലമെന്റ്സിനും നോം ഡിഫൈൻ ചെയ്യാൻ കഴിയണം. വേർ നോം ഓഫ് എഫ് ഫങ്ഷൻസ് എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം. എഫ് നോം ഓഫ് എഫ് ഈക്വൽ ടു സുപ്രീമം ഓഫ് norm f of x divided by norm x for all x element of x. ഓക്കെ, അതായത് നമ്മൾ ഒരു ലീനിയർ ഓപ്പറേറ്ററിന്റെ നോം ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നോം ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, നോം ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ നോം എക്സ്. ഈ സെയിം നോം ഉപയോഗിച്ചിട്ട് വി ക്യാൻ ഡിഫൈൻ ബി ഓഫ് എക്സ് വൈ ഇസ് എ സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ്. ഇത് ബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാണും, ഈ നോം ഈസ് വെൽ ഡിഫൈൻഡ്. ഓക്കെ, സോ ദിസ് ബി ഓഫ് എക്സ് വൈ ഇസ് എ നോംഡ് സ്പേസ്. It's an important definition, b of xy. Okay, next theorem. നമ്മൾ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷൻസിന്റെ ഡുവൽ സ്പേസ് ആണ്, ഡുവൽ സ്പേസ് ഓഫ് ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ലെറ്റ് y be a Banach space. Let y be a Banach space. Then b of xy is Banach space. അപ്പോ x എന്ന് പറയുന്ന നോർമൽ സ്പേസിൽ നിന്ന് y എന്ന് പറയുന്ന നോർമൽ സ്പേസിലേക്കുള്ള സെറ്റ് ഓഫ് ഓൾ ലീനിയർ ഓപ്പറേറ്റേഴ്സിന്റെ കളക്ഷൻ b of xy is a നോർമൽ സ്പേസ്. ഇവിടെ നിന്ന് ഈ നോം അനുസരിച്ച് ഇറ്റ് ബിക്കം നോർമൽ സ്പേസ്. പക്ഷേ ഈ y എന്ന് പറയുന്ന കോഡൊമെയിൻ Banach സ്പേസ് ആണെങ്കിൽ then this b of xy is also Banach സ്പേസ്. നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ b of xy Banach ആവണം എന്നുണ്ടെങ്കിൽ b of xyക്ക് അകത്തുള്ള ഒരു കോഷി സീക്വൻസ്, ഏതൊരു ഒരു ആർബിട്രറി കോഷി സീക്വൻസ് എടുത്തിട്ട് ആ കോഷി സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് പ്രൂവ് ചെയ്താൽ മതി. അതായത് നമുക്കിവിടെ ഒരു കോഷി സീക്വൻസ് എടുക്കാം. കൺസിഡർ പ്രൂഫ്. കൺസിഡർ a Cauchy sequence. Consider a Cauchy sequence Tn in b of xy. Okay, b of xy ക്കകത്തുള്ള ഒരു Cauchy sequence Tn fn ആയാലും മതി. So Tn is a Cauchy sequence in b of xy. Okay, that is norm of Tn minus t less than epsilon. Okay, norm of Tn minus t less than epsilon. Norm of Tn minus Tm Cauchy sequence. അപ്പോൾ ഇത് പറയുമ്പോൾ there exists an n such k such that n and m greater than k. അങ്ങനെ Cauchy sequence കണ്ടീഷൻസ് നമുക്ക് നോട്ട് ചെയ്യണം. നമ്മുടെ പ്രൂഫിന്റെ ഔട്ട്ലൈൻ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ Tn minus Tm less than epsilon ആണെങ്കിൽ ഫോർ എനി എക്സ്, ഈ Tn എന്നും Tm എന്നും പറയുന്നത് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ ഓരോ ഡൊമൈനിലെ ഓരോ എക്സുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നോം ഓഫ് Tn of x minus Tm of x equal to norm of Tn minus t of x. Norm of a into b is less than or equal to norm of Tn minus Tm into norm x. This is less than epsilon into norm x. If for any fixed x, this norm x is also a constant, so which is equal to some epsilon bar. We can denote this
Tn of x minus Tm of x less than an epsilon bar. Okay, then ഇത് മീൻസ് ഇത് Tn of x എന്ന് പറയുന്നത് ഈ വൈയിലുള്ള എലമെന്റ്സ് ആണ്. Tm of x എന്ന് പറയുന്നതും വൈയിലുള്ള എലമെന്റ്സ് ആണ്. Then norm of Tn of x minus Tm of x less than epsilon bar എന്ന് പറയുമ്പോൾ this Tn of x is a cosecant in y. Tn of x എന്ന് പറയുന്നത് x ഇവിടെ ഒരു ഫിക്സഡ് x എടുക്കുമ്പോൾ this Tn of x എന്ന് Tn എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ്. Then Tn of x is a sequence in y. It's a cosecant in y, which implies Tn of x converges to y element of y, because y is a Banach space. y ഒരു Banach space ആയതുകൊണ്ട് അതിനകത്തുള്ള ഏതൊരു കോഷ്യസീക്വൻസും കൺവേർജ് ചെയ്യും. ഓക്കെ, so Tn of x is a cosecant in y, which implies Tn of x converges to y. Limit n tends to infinity, Tn of x is equal to y. ഓക്കെ, അപ്പോ നമുക്കിവിടെ കിട്ടി ഈ സീക്വൻസ് Tn of x converges to y എന്ന് കിട്ടി. നമ്മളിവിടെ ഒരു നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടുന്നത് നമ്മളിവിടെ എടുത്ത കോഷ്യസീക്വൻസ് Tn എന്ന് പറയുന്ന കോഷ്യസീക്വൻസ് സം ലീനിയർ ഓപ്പറേറ്ററിലേക്ക്, ഇവിടെയുള്ള സം ലീനിയർ ഓപ്പറേറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ t ഫ്രം x to y. എക്സിൽ നിന്ന് വൈയിലേക്ക്, എക്സ് എന്ന ഡൊമൈനിൽ നിന്ന് വൈയിലേക്ക് നമുക്കൊരു t ഡിഫൈൻ ചെയ്യാം. വേർ t of x equal to limit n tends to infinity Tn of x. നമ്മളിവിടുത്തെ കോഷ്യസീക്വൻസ് ഉണ്ടല്ലോ, ആ കോഷ്യസീക്വൻസ് ഒരു എലമെന്റിനെ ഏത് എലമെന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നോ ആ കൺവേർജിങ് പോയിന്റിലേക്കായിരിക്കും എന്ത് മാപ്പ് ചെയ്യുന്നത്, ഈ t എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ എക്സിനെ മാപ്പ് ചെയ്യുന്നത്. വേർ വി ഡിഫൈൻ ദിസ് t of x equal to limit n tends to infinity Tn of x. So we want to prove that this t belongs to b of xy. t എന്ന് പറയുന്നത് b of xy ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അതിനായിട്ട് ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് t ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. That is t is linear, and t ലീനിയർ ആണെന്ന് മാത്രം പ്രൂവ് ചെയ്താൽ പോരാ, t should be bounded. t ലീനിയറും ബൗണ്ടഡും ആണെങ്കിൽ this t belongs to b of x നമുക്ക് പറയാം. സോ നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് t ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം, t ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണെന്നും പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ this t belongs to b of xy and this tn converges to t. ഓക്കെ, ഈ tn converges to t ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി ഈ t belongs to b of xy ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം ഈ b of xy എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സെറ്റ് ഓഫ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോ ഇതിനകത്തൊരു കോഷ്യസീക്വൻസ് എടുക്കുമ്പോൾ ആ കോഷ്യസീക്വൻസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ആയിട്ടാണ് ഈ t എടുത്തേക്കുന്നത്. ഈ കോഷ്യസീക്വൻസ് കൺവേർജ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ദിസ് t ഷുഡ് ബിലോങ്സ് ടു b of xy. t എന്ന് പറയുന്നത് b of xy യിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോ നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് t is linear and t should be bounded. First, t of alpha x plus beta y, where alpha beta belongs to the field and x and y, x belongs to the domain x, x and y belongs to x. Okay, t of alpha x plus beta y equal to limit n tends to infinity Tn of alpha x plus beta y. ശരിയല്ലേ? t of x എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n tends to infinity Tn of x ആണ്. അപ്പോൾ ഇതിങ്ങനെ എഴുതാം, which is equal to alpha into limit n tends to infinity Tn of x plus beta into limit n tends to infinity Tn of y, which is equal to alpha into limit n tends to infinity Tn എന്ന് വെച്ചാൽ t of x plus beta into t of y. So t of alpha x plus beta y equal to alpha into t of x plus t of y, which implies t is linear.
അടുത്തത് prove that T is bounded. നമുക്ക് T എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് check Tn minus T belongs to Tn minus T is bounded. Tn minus T bounded ആണോ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഓക്കെ Tn minus T bounded ആണോ ചെക്ക് ചെയ്യാനായിട്ട് norm of Tn of x minus T of x equal to norm of Tn of x minus T. ഇവിടെ നമുക്ക് ഇവിടെ ടി ആണ്. അപ്പൊ ടിയെ നമ്മളിവിടെ ഡിനോട്ട് ചെയ്തത് ലിമിറ്റ് n ടൈംസ് ടു ഇൻഫിനിറ്റി ടി എൻ എന്നാണ്. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു n എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലിമിറ്റ് m ടൈംസ് ടു ഇൻഫിനിറ്റി ടി എം എന്ന് കൊടുക്കാം. കുഴപ്പമില്ല. ടി എന്ന് പറയുന്നത് ലിമിറ്റ് n ടൈംസ് ടു ഇൻഫിനിറ്റി ടി എൻ എന്ന് കൊടുക്കുന്നതും ലിമിറ്റ് n ടൈംസ് ടു ഇൻഫിനിറ്റി ടി എം എന്ന് കൊടുക്കുന്നതും സെയിം തന്നെ. ലിമിറ്റ് m ടൈംസ് ഇൻഫിനിറ്റി ടി എം ഓഫ് എക്സ് which is equal to limit m tends to infinity norm of Tn of x minus Tm of x. Okay, which is equal to limit m tends to infinity norm of Tn minus T of x which is less than or equal to Tm. Limit m tends to infinity norm of Tn minus Tm into norm x. It's less than epsilon into norm x. നമുക്കറിയാം this Tn is a Cauchy sequence. Then this less than epsilon into norm x. So norm of Tn of x minus T of x less than epsilon into norm x. So Tn minus T is bounded. Tn minus T is bounded. So Tn is Tn belongs to B of xy and Tn minus T belongs to B of xy. Okay, Tn ഉം Tn minus T ഉം B of xy ഉണ്ട്. അപ്പോൾ ഇതിന്റെ സ്കേലാർ മൾട്ടിപ്പിളും അഡീഷൻ സബ്ട്രാക്ഷൻ എല്ലാം എവിടെ കാണും? B of xy ഒരു വെക്ടർ സ്പേസ് ആയതുകൊണ്ട് തന്നെ Tn minus T belongs to B of xy, which implies T belongs to B of xy. So this T is linear and T is bounded. അപ്പോൾ T എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്, linear ആണ്. Then this T belongs to B of xy. So Tn converges to T in B of xy. അതായത് നമ്മൾ B of xyയിലെ ഒരു ആർബിട്രറി സീക്വൻസ് ആയിരുന്നു Tn എന്ന് ചൂസ് ചെയ്തത്. കൺസിഡർ എ Cauchy സീക്വൻസ് Tn belongs to B of xy. അങ്ങനെ ഒരു ആർബിട്രറി Cauchy സീക്വൻസ് കൺസിഡർ ചെയ്തപ്പോൾ this Cauchy sequence converges in B of xy, which implies this B of xy is a Banach space. ഇത് y എന്ന് പറയുന്ന കോഡൊമെയിൻ ബെനാക് സ്പേസ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് B of xy ബെനാക് എന്ന് പ്രൂവ് ചെയ്തത്. കാരണം നമ്മൾ ഇവിടെ Tn of x Cauchy sequence in y, then Tn converges to y. ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ കാരണം y is a Banach space. y Banach space ആണെങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ഉള്ളൂ. ഓക്കെ, so y is a Banach space, then B of xy is a Banach space. അതുകൊണ്ട് തന്നെ ഈ ലീനിയർ ഫംഗ്ഷണൽസ് എല്ലാം Banach space ആയിരിക്കും. ലീനിയർ ഫംഗ്ഷണലിന്റെ ഡ്യുവൽ സ്പേസ്, ലീനിയർ ഫംഗ്ഷനിലെ കളക്ഷൻ നമ്മളൊരു വെക്ടർ സ്പേസ് ആണെന്ന് പറഞ്ഞായിരുന്നു. അത് ഉറപ്പായിട്ടും Banach സ്പേസ് ആയിരിക്കും. കാരണം അതിന്റെ കോഡൊമെയിൻ ഫീൽഡ് ആണ്, റിയൽ ഓർ കോംപ്ലക്സ് ഫീൽഡ് ആണ്. സോ ദിസ് ഇസ് Banach സ്പേസ്. സോ ദ ലീനിയർ ഫംഗ്ഷണൽസ് ആർ Banach സ്പേസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഡെഫിനിഷൻ ഡുവൽ സ്പേസ് എക്സ് ഡാഷ്. ഡുവൽ സ്പേസ് x dash. The dual space x dash is the set of all bounded
linear functionals in X. X എന്ന് പറയുന്ന വെക്ടർ സ്പേസിനകത്തു നിന്നുള്ള സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണൽസിനെയാണ് നമ്മൾ ഡുവൽ സ്പേസ് എക്സ് ഡാഷ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് വൺ ഓഫ് ദ മെയിൻ ഡെഫിനിഷൻ ഓഫ് ഡുവൽ സ്പേസ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്ന 2 റിസൾട്ടുകളുണ്ട്. ഇവിടെ നോം എല്ലാം നമ്മൾ പറഞ്ഞതുകൊണ്ട് തന്നെ സുപ്രീമം ഓഫ് നോം എക്സ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് അത് പറഞ്ഞാൽ മതി. ദ ഡുവൽ സ്പേസ് Rn dash is equal to Rn. Rnന്റെ ഡുവൽ സ്പേസ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? Rn തന്നെയായിരിക്കും. ആൻഡ് ദ ഡുവൽ സ്പേസ് L1 dash Rn dash equal to Rn. L1 dash is equal to L infinity. And the dual space LP dash is equal to LQ. Where നമുക്കറിയാം where 1 by P plus 1 by Q equal to 1. Okay, so these are the main results in dual space. Dual space of Rn dash equal to Rn, dual space of L1 dash equal to L infinity, dual space of LP dash equal to LQ. അതായത് Rnൽ നിന്നുള്ള സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണൽസിന്റെ വെക്ടർ സ്പേസ് ഈസ് ഐസോമോർഫിക് ടു Rn. L1ൽ നിന്നുള്ള സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണൽസിന്റെ വെക്ടർ സ്പേസ് ഈസ് ഐസോമോർഫിക് ടു L ഇൻഫിനിറ്റി. LPയുടെ ഈസ് സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണൽസ് ഈസ് ഐസോമോർഫിക് ടു സം LQ. നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം. കൂടാതെ ഇത് ഡുവൽ സ്പേസിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടുകളാണ്. ഓക്കെ, താങ്ക് യു.